മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ കൂടുതൽ പ്രതികരണമായി ഇപ്പോൾ കലയുടെ കുടുംബാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കലയുടെ സഹോദരൻ അനിൽകുമാറാണ് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അങ്ങ് ഈ വിഷയത്തിൽ അനിൽകുമാർ കുടുംബത്തെ ഉൾപ്പെടെ സംശയിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും. കാരണം ആ സെപ്റ്റിക് ടാങ്കിൻ്റെ മൂടി തുറന്നു കഴിഞ്ഞാൽ അതുപോലത്തെ മണമാണ്. നമ്മൾ ഒരു ചെറിയൊരു ലീക്ക് വന്നാൽ പോലും നമ്മൾ ആ പരിസരത്തുള്ളവർക്ക് അന്നേരം അതിന് ഇത് കിട്ടും, സ്മെല്ല് കിട്ടും. അപ്പോൾ ഈ സെപ്റ്റിക് ടാങ്ക് മുഴുവൻ തുറക്കാതെ ഇതിനെ ഈ ബോഡി എടുത്തിടാനൊക്കത്തില്ല. അപ്പോൾ അവരുടെ വീട്ടുകാർക്ക് തീർച്ചയായിട്ടും അതറിയാം. അതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അവരുടെ അച്ഛനെയും അവരുടെ അമ്മയും പെങ്ങളെയൊക്കെ വിശദമായിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള എവിഡൻസ് കിട്ടും. ഈ സുരേഷിൻ്റെ സാക്ഷിമൊഴിയെ പറ്റി സുരേഷിൻ്റെ സാക്ഷിമൊഴി എന്ന് പറഞ്ഞാൽ അത് അവൻ ഈ 15 വർഷം അവനിത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് അവൻ എന്തുകൊണ്ട് പോലീസിൽ പറഞ്ഞില്ല? ഒന്നാമത്. രണ്ടാമത് അവൻ തന്നല്ല, മറ്റുള്ള ഈ പ്രതികൾ മുഴുവൻ പേരും നമ്മളോട് നല്ല സ്നേഹമായിട്ടാണ് സഹകരിക്കുന്നതും നടക്കുന്നതും പോകുന്നതും എല്ലാം. എന്തോട്ടം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തി ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്യുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ സുരേഷ് എന്ന് പറയുന്ന ആൾ ഈ കുറ്റം അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഞങ്ങളോടാരോടും പറയണ്ട, എന്തുകൊണ്ട് അവൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞില്ല? അപ്പോൾ അവനെ ഭീഷണിപ്പെടുത്തി അവനെ കൊന്നുകളയോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവൻ പറഞ്ഞു. അവന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുമല്ലോ. അവൻ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കും. അത് 100% ഉറപ്പാണ്. സാറേ, എനിക്കൊരു വിവരം പറയാനുണ്ട്. ഞാൻ ഇന്ന പോലെ ഒരു കാര്യം കണ്ടു, അത് ഇന്ന പോലെ ഉള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് അവരെന്നെ കൊല്ലുമെന്നുള്ള ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് സാർ എനിക്ക് പ്രൊട്ടക്ഷൻ തരണം, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയും എന്ന് അവന് അന്തസ്സായിട്ട് ചെന്ന് ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാമായിരുന്നു. ആദ്യം പറഞ്ഞതിൻ്റെ അകത്ത് ഈ കുടുംബാംഗങ്ങൾ, അതായത് അനിൽകുമാറിൻ്റെ അച്ഛനെയൊക്കെ സംശയിക്കുന്നു പറഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അച്ഛനെയും അമ്മയും എൻ്റെ പെങ്ങളെയൊക്കെ നമ്മൾക്ക് തീർച്ചയായിട്ടും സംശയിക്കുന്നുണ്ട്. കാരണം അവരൊന്നും അറിയാതെ ഈ സെപ്റ്റിക് ടാങ്ക് പൊട്ടിക്കാൻ ഒക്കത്തില്ല. അത് സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹം മറവ് ചെയ്തെന്നുള്ള ധാരണയിൽ മാത്രമാണ് ഇത് പറയുന്നത്. അവിടെ മറവ് ചെയ്തതിൻ്റെ ധാരണയിൽ മാത്രമാണ് ഇത് പറയുന്നത്. കാരണം ആ വീടിൻ്റെ സെപ്റ്റിക് ടാങ്ക് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ സ്മെല്ലായിരിക്കും. മൃതദേഹം മറ്റൊരിടത്ത് മറവ് ചെയ്താൽ പോലും ഈ കാര്യങ്ങൾ ഈ അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയാൻ സാധ്യതയുണ്ടോ? ഈ അനിൽകുമാർ അവരോട് പറയാൻ സാധ്യതയുണ്ടോ? അത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ പറയത്തില്ല. കാരണം എന്നോടെന്നല്ല, അവന് ഇത്രയും മൂടി വെക്കാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരോട് പക്ഷേ പറഞ്ഞു കാണത്തില്ലായിരിക്കും. അങ്ങനെയും വരാം. എന്തായാലും അച്ഛനും അമ്മയും ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യണമെന്നാണ് നമ്മുടെ നിലപാട്. പിന്നെ തീർച്ചയായിട്ടും അവരെ നല്ല വിശദമായിട്ട് ചോദ്യം ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കാര്യങ്ങൾ അവർക്ക് വ്യക്തമാകും. ഇനി സെപ്റ്റിക് ടാങ്കിലല്ല മറവ് ചെയ്തെങ്കിൽ പോലും അവിടെ അല്ലെങ്കിൽ പോലും അവരെ ചോദ്യം ചെയ്യണം. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. കാരണം നമ്മുടെ സഹോദരിയായിരുന്നു, എന്നാൽ പോലും വീട്ടിലൊരാളെ കാണാതാകുമ്പോൾ അവർക്കും വേണമെങ്കിൽ പോലീസിൽ പരാതി നൽകാമായിരുന്നു. അവർക്കും വേണേൽ പരാതി കൊടുക്കാമായിരുന്നു. ഞങ്ങൾ പരാതി കൊടുക്കാതിരുന്നതിൻ്റെ കാരണം ഇതുകൊണ്ട് അവൾ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയി. ഞങ്ങളെല്ലാവരും മാനസികമായിട്ട് തകർന്നു പോയതുകൊണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കുന്നത്. അവൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നുള്ളൊരു കണക്കൂട്ടിലായിരുന്നു. ഏതെങ്കിലും ഒരു കാലത്ത് അവൾ അവിടെ കുഞ്ഞിനെ കാണാൻ വരുമെന്നുള്ളത് 100% ഉറപ്പുണ്ടായിരുന്നു. ജീവിച്ചിരിക്കുവാണെങ്കിൽ അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. ഈ അനിൽകുമാർ ഇത് സംഭവം ഇങ്ങനെ സഹോദരി ഇങ്ങനെ മറ്റൊരാളോട് ഒളിച്ചോടിപ്പോയെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ 15 വർഷത്തിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും അനിൽകുമാർ സഹോദരിയെ പറ്റി അങ്ങോട്ട് അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടില്ല. ഞാൻ ഇതുപോലെ ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോഴും ഒക്കെ എല്ലാവരും പറയാം, കലയെ ഇന്നടത്ത് വെച്ച് കണ്ടു, കലയെ അവിടെ വെച്ച് കണ്ട്, കലയെ ഇവിടെ വെച്ച് കണ്ട്. ഇവർ തന്നെ ഇവരുടെ ആൾക്കാരെ കൊണ്ട് വേറെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. കാരണം നമുക്കത് വിശ്വാസം വരാൻ, അവൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള വിശ്വാസം വരാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അന്വേഷിച്ച് പോകും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യും. കാരണം ഇത്രയും വർഷമായിട്ട് അവൾ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമായിരുന്നു. കാരണം ഞാനത് കുഞ്ഞമ്മയോടും എൻ്റെ ഭാര്യയോടും മക്കളോടും ഒക്കെ ചോദിച്ചതിന് ശേഷം നമ്മളത് ചെയ്യുമായിരുന്നു. കാരണം നമുക്കൊരിക്കലും ഇത് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സംഭവമായി പറയുന്നത്. അതായത് ഇവർ തന്നെ പ്രചരിപ്പിച്ചു കല ജീവിച്ചിരിപ്പുണ്ടെന്ന്. അതാണ് ആ കല ഇന്നടുത്ത് വെച്ച് കണ്ടു. അപ്പം നമ്മൾ ഓർക്കുക അവൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നുള്ള ഒരു ഇതായിപ്പോയി. അപ്പം ആ കലയെ കോട്ടയത്ത് വെച്ച് കണ്ടു,
മാവേലിക്കര ഗവൺമെൻറ് ആശുപത്രി വെച്ച് കണ്ടു, അരിപ്പാട്ട് വെച്ച് കണ്ടു, ആലപ്പുഴ വെച്ച് കണ്ടു. അങ്ങനെ പല സ്ഥലത്ത് വെച്ച് കലയെ കണ്ടെന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് അവൾ ജീവിച്ചിരിപ്പുണ്ട്, അവൾക്ക് ഒരാപത്തും സംഭവിച്ചിട്ടില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇതിൻ്റെ അകത്തൊരു സംശയം, ഈ പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഇവരുടെ ബന്ധുക്കളാണോ, അതാരാണ് ഈ പറയുന്നത്? ഇവർ വേറെ ഇവരുടെ കൂട്ടുകാരന്മാരെ കൊണ്ടൊക്കെ ഇങ്ങനെ പറയിപ്പിക്കുന്നതാണ്. ചിലപ്പോൾ അവരുടെ ബന്ധുക്കളും പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ ബന്ധുക്കളും പറഞ്ഞിട്ടുണ്ട്. ബന്ധുക്കളല്ലാതെ ഏറ്റവും കൂടുതൽ ഇവരുടെ സുഹൃത്തുക്കളൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ എഫ്ഐആറിനകത്ത് 4 പ്രതികളുള്ളത്. ഒന്ന് അനിൽകുമാർ, പ്രമോദ്, ജിനു, സോമരാജൻ. ഇവരല്ലാതെ മറ്റു പ്രതികൾ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? ഇവരല്ലാതെ മറ്റു പ്രതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രതികൾ കൂടാൻ സാധ്യതയുണ്ട്. എന്താണ് അങ്ങനെ പറയുന്നത്? കാരണം ഒറ്റയ്ക്ക് ഒരാളിനെ കൊണ്ട് ഇവളെ കൊല്ലാൻ പറ്റത്തില്ല. ഒരാൾ വണ്ടി ഓടിച്ചാൽ പോലും ഈ ബാക്കി 3 പേര് നോക്കിയാൽ അവളെ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ശരി, ചിലപ്പോൾ ഒരു പക്ഷേ 3 പേര് കൂടിയായിരിക്കും കൊന്നതെങ്കിൽ പോലും ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം പ്രതികൾ കൂടാനാണ് ചാൻസ്. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പ്രതികൾ കൂടുതലുണ്ടാവുമെന്ന് തന്നെ കരുതുന്നു. തീർച്ചയായിട്ടും ഉണ്ട്, പ്രതികൾ കൂടുതലുണ്ട്. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമായിരിക്കുമോ കൊലപാതകം, അതോ നേരത്തെ ഗൂഢാലോചന നടത്തി കൊന്നതായിരിക്കുമോ? ഇത് പറയാൻ കാര്യം, അവന് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവന് വിവാഹം കഴിക്കണമെന്ന് അവന് തോന്നിയപ്പോൾ അവൻ അവിടെ നാട്ടിൽ നിന്ന് വരുമായിരുന്നു. കാരണം ഇവളിങ്ങനെ പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവളെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിക്കാം എന്നാണ് അവൻ ധരിച്ചത്. അവളെ കൊല്ലുകയും ചെയ്തു, അവൻ വിവാഹവും കഴിച്ചു. കാരണം ഈ 15 ദിവസത്തിനുള്ളിൽ അവൻ വിവാഹം കഴിച്ചെന്ന് പറയുമ്പോൾ ആ കലയെ കൊന്നതിന് ശേഷമാണ് അവൻ വിവാഹം കഴിക്കുന്നത്. അതായത് പരപുരുഷ ബന്ധം ആരോപിച്ചാണ് കൊലപ്പെടുത്തിയെന്ന് എഫ്ഐആർ പറയുന്നു. എന്നാൽ നിങ്ങൾ പറയുന്നത് ഇപ്പോൾ കൊലപാതകത്തിന് കാരണം ഈ 2ാം വിവാഹത്തിന് വേണ്ടിയാണെന്നാണോ പറയുന്നത്? 2ാം വിവാഹത്തിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെയാണ് പറഞ്ഞത്. അവൾ അങ്ങനെ പോയെന്ന് അവരുടെ വീട്ടുകാർ പറഞ്ഞപ്പോൾ നമ്മൾ ഈ പറയുന്ന ഞാൻ തന്നെ അങ്ങനെ വിശ്വസിച്ചു പോയി. കാരണം അവൾ ഈ കുഞ്ഞിനെ ഇട്ടേച്ച് പോയപ്പോൾ പിന്നെ നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം മറ്റൊരുത്തിൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞപ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ അതിനായിട്ട് വലിയ ഇത് കൊടുത്തില്ല. അപ്പം ഇവൻ്റെ വീട്ടുകാർ ഇവനെ വിളിച്ച് പറഞ്ഞു, ഇന്ന പോലെടാ അവൾ ഇവിടുന്ന് വീട് വിട്ട് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയെന്ന് പറഞ്ഞു. ഇപ്പോൾ അവരുടെ അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടത്, അവൻ പറഞ്ഞെന്ന് കുഞ്ഞിനെ ഒരു കാരണവശാലും കൊടുത്തു വിടരുത് എന്ന് പറഞ്ഞു. അപ്പം അവന് 2 ദിവസത്തിനുള്ളിൽ തന്നെയാണെന്ന് തോന്നുന്നു അവൻ നാട്ടിലെത്തി കഴിഞ്ഞ ഉടനെ തന്നെ ഈ കൊലപാതകം ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് അവനെ വിവാഹം കഴിക്കുന്നത്. ഇത് നിശ്ചയിച്ച പ്രകാരം പറയുന്നത് വിവാഹം? തീർച്ചയായിട്ടും നിശ്ചയിച്ച പ്രകാരമാണോ എന്ന് അവർ പോയി കണ്ടോ, അവരുടെ ആൾക്കാരോ എല്ലാവരും ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും വിവാഹം കഴിച്ചത്. അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. ഈ കലയെ മിസ്സിംഗ് ആയ ശേഷം ഉടൻ തന്നെ വിവാഹം നടന്നു. പിന്നെ അതല്ലേ 15 ദിവസത്തിനുള്ളിൽ തന്നെ വിവാഹവും നടന്ന് അതിനു മുമ്പ് തന്നെ അവളെ കൊല്ലുകയും ചെയ്തു. അവൻ വന്നു കഴിഞ്ഞ് 15 ദിവസത്തിന് മുമ്പേ അവളെ കൊല്ലുകയും ചെയ്തു, വിവാഹവും കഴിച്ചു. വളരെ ഗൗരവമുള്ള ആരോപണമാണ് ഇപ്പോൾ കലയുടെ സഹോദരൻ അനിൽകുമാർ ഉന്നയിക്കുന്നത്. ഒന്ന്, കലയുടെ ഭർത്താവായിരിക്കുന്ന അനിൽകുമാറിൻ്റെ അച്ഛനെയും അമ്മയും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യണം. മറ്റൊരു കാര്യം, ഈ കൊലപാതകം ആസൂത്രിതമാണെന്നാണ് ഇപ്പോൾ കലയുടെ സഹോദരൻ അനിൽകുമാർ പറഞ്ഞു വെക്കുന്നത്.